24-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ആമേൻ. ചഞ്ചലപ്പെടാതിരിപ്പാൻ നി- സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് അത് സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് തന്നെ, തന്നെ, എന്നാൽ അത് എന്നാൽ അത് അവസാനമല്ല. അവസാനമല്ല. ജാതി ജാതിക ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ തല ഉയർത്തി നോക്കുക, കാത്തിരിക്കുക. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതിദേവനുമായ സർവശക്തിനെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് തന്ന യേശു കർത്താവെ, അങ്ങയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയോട് ഈ സന്ധ്യാസമയത്ത് സ്തോത്രം പറയുന്നു. എന്നെ ഈ മീറ്റിങ്ങിന് ക്ഷണിച്ച ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ജോൺ ഐസക് പാസ്റ്ററിന്, ഉമ്മൻ പാസ്റ്ററിന്, അതുപോലെയുള്ള ഓരോ സഹോദരനും സഹോദരിക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം എൻ്റെ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ സാധാരണ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു ചെറിയ പാട്ട് പാടുക എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ അത് തുടർന്ന് ഞാൻ പാസ്റ്ററുടെ അനുവാദം ചോദിച്ചിരുന്നു. രക്ഷകനേശുനാഥൻ നമ്മെ പിരിയുകില്ല, അകലുകില്ല, ഒരു നാളും കൈ വീടില്ല, ഒരു നാളും കൈ വീടില്ല. കാൽവരിയിൽ ഞാൻ കണ്ടു മരക്കുരിശിലൻ പേർക്ക, മുൾമുടി ധരിച്ചും ഇരുമ്പാണിയിൽ തൂങ്ങിയും ചങ്കു തകർന്നവനായി നമ്മെയോർത്ത് ചങ്കു തകർന്നവനായി രക്ഷകനേശുനാഥൻ നമ്മെ പിരിയുകില്ല, അകലുകില്ല, ഒരു നാളും കൈ വീടില്ല, ഒരു നാളും കൈ വീടില്ല. ക്രൂശിൽ ഞാൻ കണ്ടു നന്നോടുള്ള ദയാ, അവിടെ ഞാൻ കേട്ടു വിടുതലിൻ മൊഴി, എന്നെയോർത്തു മയങ്ങാതെ, എന്നെയോർത്തു ഉറങ്ങാതിരിക്കും, അപ്പനെ വരുന്നടിയേനിതാ, അപ്പനെ വരുന്നടിയേനിതാ. രക്ഷകനേശുനാഥൻ നമ്മെ പിരിയുകില്ല, അകലുകില്ല, ഒരു നാളും കൈ വീടില്ല, ഒരു നാളും കൈ വീടില്ല. ക്രൂശിൽ തുറന്നത രക്ഷാവാതിൽ ഒരിക്കലും അടയ്ക്കുക ഇല്ല, തുളുമ്പും മിഴികളോടെ നാം ഒന്നു നോക്കിയ, കരനീട്ടി നമ്മെ അണച്ചിടുമേ സ്നേഹവാൻ, കരനീട്ടി നമ്മെ അണച്ചിടുമേ. രക്ഷകനേശുനാഥൻ നമ്മെ പിരിയുകില്ല, അകലുകില്ല,
ദൈവനാമത്തിൽ വന്ദനം. നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സ്നേഹം. നമ്മൾ കണ്ണുനീരോടെ ഒരു രാത്രിയിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ദൈവം അത് കേട്ട്, കർത്താവ് അത് കേട്ടിട്ട് എന്തേ മകളെ അല്ലെ എന്തേ മകനെ നീ കരയുന്നത് എന്നുള്ളതിന്റെ ചോദിക്കാതെ തന്നെ അറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് നമ്മൾക്ക് അതിനുള്ള മറുപടിയും അതിനുള്ള പ്രതിവിധിയും നീക്കുപോക്കും തരുന്ന ദൈവത്തെ ഈ സമയത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ സമയത്ത് എന്താണ് നിങ്ങളോട് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് തന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, വിശ്വസിക്കുക, ഇത് മൂന്നുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സക്സസ് ആയിരിക്കുന്ന കാര്യം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ കാണുകയും കേൾക്കുകയും പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത് 84 കൊല്ലമാണ് വിധവയായി ഒരു സ്ത്രീ ദേവാലയം വിട്ടുപിരിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടിയത്. അവരുടെ ആകെയുള്ള പ്രായം ഞാൻ ഏകദേശം കണക്കൂട്ടിയപ്പോൾ 104 വയസ്സ്. എന്തിനായിരിക്കും ആ അമ്മച്ചി പ്രാർത്ഥിച്ചത്? ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമ്മൾ വായിക്കുന്നു, അത് അവസാനം അവിടെ നമ്മൾ കേൾക്കുന്ന ആ യേശു കർത്താവിനെ കണ്ടിട്ട് ആ കുഞ്ഞിനെ കണ്ടിട്ട് അവിടെ കൂടിയിരുന്നവരോട് പറയുകയാണ്, യെരൂശലേമിന്റെ സമാധാനത്തിനായുള്ളവരെ ഞാൻ ദാ കണ്ടിരിക്കുന്നു. ഒരിക്കൽ അന്ധകാരത്തിലും ഇരുട്ടിലും പാപത്തിലുമൊക്കെ ആയിരുന്ന ഒരു ജനത ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയപ്പോൾ ഇതുപോലെയുള്ള സഹോദരിമാര് അല്ലെ ഇതുപോലുള്ള ദൈവദാസന്മാർ, ദൈവദാസികൾ, വിശ്വാസികള് മനസ്സ് തകർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി നമ്മൾ കാണുന്നത്. യേശു കർത്താവിന്റെ തിരുപ്പിറവി തന്നെ ഇരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചമായി വന്ന യേശു കർത്താവ് എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ കാലഘട്ടത്തെ കുറിച്ച് ഉത്കണ്ഠയുണ്ടായിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുകയില്ലേ? കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കർത്താവ് തന്നെ പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ വക വിട്ടുപോകയില്ല എന്ന്. നമ്മൾ വായിക്കുന്നുണ്ട്, കുരിശിൽ തൻ്റെ മുറിവേറ്റ തൃപ്പാദം കൊണ്ട് ശത്രുവിന്റെ തലയെ ചവിട്ടി തകർത്ത യേശു കർത്താവിനെ പിന്നീട് തന്ത്രങ്ങളിലൂടെയാണ് ഈ സാത്താൻ ഇന്ന് പ്രവർത്തിക്കുന്നത്. അവനറിയാം ഏത് വിധത്തിലെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് വശീകരിച്ച് അടിച്ച് താഴെയിടണമെന്ന്. വിശ്വാസത്തിൽ വന്നു, പ്രാർത്ഥനയിൽ ഉറച്ചു, വിശ്വസ്തയോടെ നമ്മൾ നിൽക്കുന്നു. എങ്കിലും തരം നോക്കി, ലാക്കു നോക്കി നമ്മളെ വീഴ്ത്താൻ, നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്താതിരിപ്പാൻ സാത്താൻ പലപ്പോഴും നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ സംസ്കൃതത്തിൽ മലയാളത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, 4 തരം ഉപായങ്ങളിലൂടെയാണ് ഈ സാത്താൻ മനുഷ്യനെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. ഒന്ന്, അവനോട് അനുനയം പറഞ്ഞു, സാമം എന്ന് പറയും, അനുനയം പറഞ്ഞു. 2, സാമം, പിന്നെ അവൻ ദാനം ചെയ്തുകൊണ്ട്, സാമം ദാനം ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത, അല്ലെ നമ്മൾ കൊതിച്ചിരുന്ന, നമ്മൾ കിട്ടുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലായിട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അതിലൂടെ നമ്മളങ്ങ് വീണു പോകുക. അപ്പൊ അങ്ങനെ ദാനം ചെയ്ത്, ചില സമയത്ത് അവൻ്റെ എന്നിട്ടും കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ അവൻ ഭേദ്യം ചെയ്തിട്ട്, അവനെ ഉപദ്രവിച്ചുകൊണ്ട്, ഭേദ്യം ചെയ്തുകൊണ്ട്, രോഗത്തിലോ ഭാരത്തിലോ അല്ലെ കടബാധ്യതകളിലോ ഏതിലെങ്കിലുമൊക്കെ നമ്മളെ പെടുത്തിക്കൊണ്ട്, എന്നിട്ടും നമ്മളെ അവന് വശീകരിക്കാൻ പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ അവൻ പിന്നെ നമ്മളെ ചെയ്യുന്നത് ദണ്ഡിപ്പിച്ചുകൊണ്ടാണ്. ഈ 4 ഉപായങ്ങളിലൂടെ ഈ സാത്താൻ പല തന്ത്രങ്ങളും ഇന്നും മെനഞ്ഞുകൊണ്ട് എങ്ങനെയും ആ എറ്റേണിറ്റിയിൽ എത്താതിരിക്കാൻ, അവസാനത്തെ ലാക്കിലേക്ക് നമ്മൾ പാഞ്ഞു പോകുമ്പോൾ, ഓടി പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ
എത്താതിരിക്കാൻ പല തന്ത്രങ്ങളും ഈ പിശാചി ഇന്ന് നമ്മുടെ അടുക്ക് ഇടന്നത്. അത് പുറത്തുനിന്നായിരിക്കത്തില്ല, ചിലപ്പം വീട്ടിനകത്തുനിന്ന് തന്നെ ആകാം, അല്ലെ ചർച്ചിനകത്തുനിന്നാകാം, അല്ലെ കൂട്ടു സഹോദരങ്ങളിൽ നിന്നാകാം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അങ്ങ് മറന്നു പോകുന്നുണ്ട്. ഇവിടെ ഞാൻ അതൊന്നുമല്ല പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന്. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ശിഷ്യന്മാരുടെ അടുക്കൽ യേശു കർത്താവ് വന്നപ്പോൾ ഒരു പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നത് കാണുന്നു. ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. വായിച്ചോളൂ. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചു, ഓടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് പുരുഷാർത്ഥി ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളി ഇടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതെ, അവിടം വരെ തൽക്കാലം. അപ്പൊ ഇവര് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, ശാസ്ത്രിമാര് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കർത്താവ് തന്നെ ചോദിക്കുന്നു, എന്താ സംഭവം? കർത്താവിനെ അറിയാഞ്ഞിട്ടല്ല, എങ്കിലും കർത്താവ് ഇവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ചോദിക്കുന്നു, എന്താ സംഭവം? അപ്പോഴാണ് ഒരു അപ്പൻ ഓടി വന്നിട്ട് പറയുകയാണ്, കർത്താവ്, ഗുരു, എനിക്ക് ഊമനായ ഒരു മകനുണ്ട്, ഊമനായ ആത്മാവുള്ള ഒരു മകനുണ്ട്. അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനെ എപ്പോഴും പിശാച് എവിടെ വെച്ച് കണ്ടാലും തള്ളിയിടും. അവൻ നുരച്ച് പല്ല് കടിച്ച്, നമ്മളൊരു സന്നിയും കോട്ടും വരിക എന്ന് പറയും, നമ്മുടെ നാട്ടിലെ പ്രയോഗമാണ്. ഞാൻ പലപ്പോഴും അങ്ങയുടെ പേര് കേട്ടിട്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ നിന്റെ ശിഷ്യന്മാരുടെ അടുക്ക് കണ്ടപ്പോൾ ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല, പുറത്താക്കാൻ പറ്റിയില്ല. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് സുഖപ്പെടുത്താമോ എന്ന് ചോദിച്ചു. അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു, എനിക്ക് കഴിയുമെങ്കിലെന്നോ. എന്നിട്ട് ശാസിക്കുകയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ശാസിക്കുകയാണ്. എന്തേ? വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ശിഷ്യന്മാരോടാണെങ്കിൽ പോലും നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ശാസിക്കുന്നു. ഇവർക്ക് പുറത്തു വെക്കാൻ പറ്റാതെ പോയ ഈ ശിഷ്യന്മാരെ ശാസിക്കുന്നു. അവിശ്വാസമുള്ള തലമുറയെ എത്ര സഹിക്കും? അപ്പൊ ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഈ ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്, നമ്മൾക്ക് ഒരു തരിയെങ്കിലും വിശ്വാസം വേണം. ആ വിശ്വാസവും പ്രാർത്ഥനയും തമ്മിൽ ലിങ്ക്ഡ് ആയാൽ മാത്രമേ നമ്മൾക്ക് അത്ഭുതങ്ങളും സൗഖ്യവും അടയാളവും കാണാൻ പറ്റുകയുള്ളൂ. ചിലര് പറയും, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നീ പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് വിശ്വാസം കുറവാണ്. അപ്പൊ നമ്മള് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് വിശ്വാസത്തോടെ, എന്റെ കർത്താവെ, അങ്ങേക്ക് പറ്റും, അങ്ങേക്കേ പറ്റൂ, കാരണം അങ്ങാണ് എന്നെ കാൽവരി ക്രൂസിലെ യാഗത്താൽ വീണ്ടെടുത്തത്. നിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമലിൽ ഇടുക, വാർദ്ധക്യവും നിറയുള്ള കാലത്തോളം ഞാൻ നിന്നെ വഹിക്കും. കർത്താവായ യേശു ക്രിസ്തു കാൽവരി രക്തം ചിന്തിയത് എന്തിനാണ്? നമ്മുടെ പാപങ്ങളെ മുറ്റമായി കഴുകി, നമ്മുടെ ശാപക്കെട്ടിലെ പൂർണ്ണമായി പൊട്ടിച്ചു, അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും തന്നു. ഈ വിശ്വാസത്തിന്റെ വചനം വായുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം നടക്കും. ഈ ചെറിയ വിശ്വാസം, ഈ ഒരു ചെറിയ വിശ്വാസം, കടുമണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. കൊണ്ടുവന്നു. യേശു കർത്താവിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ ഭൂതവിളകി, അവനെ നുരച്ചു വതച്ചു താഴെയിട്ടു. കർത്താവ് ശാസിച്ചു പുറത്താക്കി. എന്നിട്ട് കർത്താവ് പറയുന്നതാണ്, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകില്ല. നമ്മൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രം.
ഈ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീട്ടിലെ വിഷയം മാത്രമൊന്നുമല്ല, ഈ ലോകത്തെ മറിക്കുവാൻ പറ്റുന്ന ഒരു ശക്തി നമ്മളിലേക്ക് വരും. അതുകൊണ്ടാണല്ലോ സ്ലീഹന്മാരെ കുറിച്ച് പറയുന്നത്, ലോകത്തെ മറിക്കുവാൻ വന്നിരിക്കുന്നവർ എന്നാണ് പറയുന്നത്. ആ ലോകത്തെ മറിക്കുവാൻ, അതിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു ഭക്തന്റെ, ഒരു വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള കർത്താവിന്റെ ആ കൽപ്പനയാണ് നമ്മളോട് പറയുന്ന, വിശ്വസിക്കാവുന്ന കർത്താവിന്റെ വാഗ്ദത്വമാണ് നമ്മൾ ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിധവയെ കുറിച്ച് കാണിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിധവ, ആ വിധവ ദൈവത്തെ ഭയമില്ല, ലോകത്തെ ജനത്തെ മനുഷ്യരെ ഭയമൊന്നും ഇല്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ വന്നിട്ട്, ദൈവമേ, ദൈവത്തെ ഭയവും മനുഷ്യനെ സംശയമില്ല എങ്കിലും അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പറയുകയാണ്, എനിക്ക് ന്യായം നടത്തി തരണമേ, പ്രതിയോഗിയോട് എനിക്ക് പ്രതിക്രിയ ചെയ്ത് തരണമേ എന്ന്. അദ്ദേഹം ആദ്യം നമുക്ക് മനസ്സിലാകുന്നത് മൈൻഡ് ചെയ്തില്ല. അവരവിടെ നിന്നോ അതോ ദിവസം പ്രതി അവിടെ വന്ന് പറഞ്ഞിട്ട് പോയോന്നും അറിയത്തില്ല. ഇത്രയും പറഞ്ഞു എന്ന് മാത്രം നമ്മൾ വായിക്കുന്നുള്ളൂ. പക്ഷെ അവൾക്ക് എവിടെയോ ഒരു വിശ്വാസം ഈ മനുഷ്യനിലുണ്ട്. പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയില്ല, എന്നിട്ടും ഈ സ്ത്രീ, വിധവയായ ഒരു സ്ത്രീ, തനിക്ക് ന്യായം നടത്തി തരണ, പ്രതിക്രിയ ചെയ്ത് തരണമേ എന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കും. ഇത് കർത്താവ് തന്നെ പറയുകയാണ്. ഒരു സാധാരണ മനുഷ്യന് ഇത്തരം മനസ്സലിവുണ്ടെങ്കിൽ സർവശക്തനായ പരമപിതാവിന് തൻ്റെ അടുക്കൽ ദിനം പ്രതി നിന്ന് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരോട് മനസ്സലിവില്ലാതെ വരുമോ? നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചില കഥാപാത്രങ്ങളും ചില സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ. നമ്മളോട് കർത്താവ് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും ഒക്കെ അറിയാമെങ്കിൽ, പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾക്ക് കർത്താവ് എത്ര അധികമായി ചെയ്തു തരുകയില്ല? തരുമല്ലോ. അവിടെ നമ്മൾക്ക് വേണ്ടത് വിശ്വാസത്തോടു കൂടിയ ആ പ്രാർത്ഥനയാണ്. വിശ്വാസവും പ്രാർത്ഥനയും കൈകോർത്ത് പിടിക്കേണ്ട ഒന്നാണ്. ഒരു കൈ മാത്രം നീട്ടിയാൽ ക്ഷയിക്കാനാവില്ല. രണ്ട് കൈയൂടെ ക്ഷയിക്കാൻ, നീട്ടിപ്പിടിച്ച് കുലിക്കാൽ അത് കോർത്ത് പിടിച്ചാലും ക്ഷയിക്കാനാകും. അതുപോലെയാണ് വിശ്വാസവും പ്രാർത്ഥനയും. മാത്രമല്ല, ഈ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രവൃത്തിയും കൂടെ വേണം. കാരണം നമ്മൾ പറയും ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്, പക്ഷെ നമുക്ക് പ്രവൃത്തി മാത്രമില്ല. പലപ്പോഴും പ്രവൃത്തി പദത്തിൽ നമ്മൾ കൊണ്ടുവരാറില്ല. അതുപോലെ ഓരോരോ സ്ത്രീകൾ, നമ്മൾ ഒരു കനാന്യ സ്ത്രീയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കനാന്യ സ്ത്രീയെ കുറിച്ചൊന്ന് വായിച്ചു. കനാന്യ സ്ത്രീ എന്താ കർത്താവിന്റെ പുറകെ പോയത്? കർത്താവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. തന്റെ മകളുടെ ഭൂതോപദ്രവം ഒന്ന് മാറ്റിത്തരണേ. കനാന്യ സ്ത്രീയെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ യഹൂദർ, കനാന്യ ദേശത്തുള്ളവരാണ്, മക്കളല്ല അവരെ പണ്ട് സംബോധന ചെയ്തൊരു നായ്ക്കൾ എന്നുള്ള മട്ടിൽ ജാതീയമായിട്ടുള്ളൊരു രീതിയിൽ ജീവിക്കുന്നവർന്ന എനിക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ എന്താ അവര് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പോയത്? അവൾ വിശ്വസിച്ചു. കാരണം അവള് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, മിശിഹ വരുന്നു, ക്രിസ്തു വരുന്നു, വീണ്ടെടുപ്പുകാരൻ വരുന്നു. അവൾ കേട്ടിട്ടുണ്ടാകാം. കനാൻ ദേശത്താണേലും ഒരുപാട് ഈ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവർ ഇവരോട് ഇടകലർന്ന് ജീവിച്ചു എന്നുള്ള ഒരു സന്ദേശം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ജീവിച്ച് ആ തലമുറ ആയിരിക്കാം
എന്തായാലും അവര് കണ്ണുനീരോടെ പുറകെ പോവുക. അവിടെയും കർത്താവ് അവളിൽ പ്രസാദിക്കാൻ അവളുടെ ആ മകളുടെ ഭൂതോപദ്രം മാറ്റിക്കൊടുത്തതിന്റെ കാരണം അവളിലെ ഉറച്ച വിശ്വാസം. അവൾ നായെന്ന് വിളിച്ച് നായ്ക്കുട്ടികൾക്ക് ഉള്ളതെടുത്തും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴും അവൾ പറയുകയാണ്, യജമാനനെ മേശപ്പുറത്ത് വീഴുന്ന നായ്ക്കളും നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവളുടെ വിശ്വാസം അവിടെയും നമ്മൾ കാണുന്നത് അടിയുറച്ച വിശ്വാസമാണ്. അവൾ മടുത്തു പോകാതെ, പിന്മാറിപ്പോകാതെ, നമ്മളെങ്ങാണമാണ് നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിന്മാറിപ്പോവുക മാത്രമല്ല, പിന്നെ ആ വഴി കൂടെ പോലും കിടക്കത്തില്ല. പക്ഷെ ഇവളിലെ അടിയുറച്ച വിശ്വാസം, ഈ യേശു കർത്താവിന് എന്നെ വീണ്ടെടുക്കാൻ പറ്റും, എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരാൻ സാധിക്കും എന്ന്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചത്, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സകല മാനവകുലത്തിന്റെയും രക്ഷയ്ക്കായി വന്ന യേശു കർത്താവ് ഈ രക്ഷ ജാതികളുടെ ഇടയിലേക്കൂടെ പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അവളുടെ വിശ്വാസത്തിൽ പ്രസാദിച്ചുകൊണ്ട് അവളുടെ മകളുടെ ഭൂതോപദ്രം മാറ്റിക്കൊടുത്തത്. അത് നമ്മൾ പൗലോസ്ലീഹയുടെ റോമർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോയി ഈ സുവിശേഷം പറയട്ടെ. ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു. കാരണം പൗലോസ്ലീഹായെയും യേശു കർത്താവ് പരിശുദ്ധാത്മാവ് ജാതികളുടെ സകല മനുഷ്യരുടെയും മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ എടുത്ത് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ദൗത്യത്തെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാനും 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 എനിക്കുള്ളവരും ഞാനും എനിക്കുള്ളവരും മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഞാനും ഞാനും ഞാനുമല്ല, ഞാനും നമ്മളും കൂടെ എന്നുള്ള, നമ്മൾക്ക് ഞങ്ങളെന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് നമ്മളെന്നുള്ള ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ട കാലം ആയിരിക്കുന്നു. ഈ യുദ്ധമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്ന്. പക്ഷെ എനിക്ക് എപ്പോഴും ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. എൻ്റെ ദൈവമേ, ഈ സത്യസുവിശേഷം കേൾക്കാതെ, ഈ രക്ഷയുടെ സുവിശേഷം കേൾക്കാതെ ഒരാൾ പോലും കടന്നു പോകല്ലേ. കാരണം ഇവരുടെ കേൾക്കാതെ പോയതിന് നമ്മളോട് കണക്ക് ചോദിക്കും, എന്തേ പറയാഞ്ഞത്. അപ്പൊ ഈ കണക്കെടുപ്പ് വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകരുത്. അതുകൊണ്ട് ദൈവമേ, ഒരു വ്യക്തി പോലും ഈ സത്യസുവിശേഷം കേൾക്കാതെ കടന്നു പോകല്ലേ, ഞങ്ങളെ അവരുടെ ഇടയിലേക്ക് അയക്കണമേ എന്ന് നമ്മൾ ഒരു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ്. അങ്ങനെ എത്രയോ പേര്, സമയമായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. സമയമായതാണോ? സമയമായതല്ല. ശബ്ദം ഉണ്ടാക്കിയ സമയമായതാണോ? അല്ലല്ലോ. അല്ല 10 മിനിറ്റ് കൂടെ ഉണ്ടോ? നമ്മള് പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന വിഷയം ഇതാണ്. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആർക്കു വേണ്ടി, എങ്ങനെ, എപ്രകാരം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ഞങ്ങൾക്ക് വിശ്വാസം ഉറപ്പിച്ചു തരണമേ. ഞങ്ങൾക്കിത് നടക്കും. ഇത് അങ്ങയുടെ സന്നിധിയിൽ വന്നാൽ ഞങ്ങൾക്കിത് നടക്കും. മാത്രമല്ല ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ സമാധാനം, എൻ്റെ കൂടി ഒരാൾ യുദ്ധത്തിൽ തോക്കുകയോ ഒരാൾ യുദ്ധത്തിൽ മരിക്കുകയോ, അത് ദുഷ്ടനായാലും ശിഷ്ടനായാലും ഒരുപോലെ മഴ പെയ്ക്കുന്ന നാഥന്റെ മുൻപിൽ സകല മനുഷ്യരും വിലയുള്ളവരാണ്. അപ്പോൾ ഒരാൾ നശിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദൈവമേ, അങ്ങയോട് അപേക്ഷയാണുള്ളത്. ദൈവമേ, അവൻ സത്യസുവിശേഷം കേൾക്കാതെ കടന്നു പോകല്ലേ. അവരുടെ ആത്മാവ് നരകത്തിന്റെ വാതിൽക്കൽ പുകഞ്ഞു കിടന്ന് വിറകുകൊള്ളിയായി കിടന്നപ്പോൾ അവരോടുള്ള ദൈവത്തിന് മനസ്സലിവാണ് തൻ്റെ ഏകപുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവരിയിലെ യാഗമാക്കാൻ തിരുമനസ്സായത്. ആ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്കുണ്ടാകണമേ അപ്പ. എന്നാലേ ഞങ്ങൾ അപരനെയും കൂടി കൈപിടിച്ച് ഈ രക്ഷയെക്കുറിച്ച് പറയുവാൻ മനസ്സാവുകയുള്ളൂ. ഇത് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അന്ത്യസമയം അടുത്തിരിക്കുന്ന സമയം, നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ കാതോർത്തിരിക്കുന്ന സമയം,
നല്ല ദാസനായി തീരണമെങ്കിൽ ലാസ്റ്റാമത്തെ 11-ാം മണിക്കൂറിൽ വന്നവനും അവന്റെ വേല തികച്ചു, അവൻ കൂലിക്ക് യോഗ്യനായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ വായിച്ചും പഠിച്ചും പോകുന്ന ആ ഭാഗങ്ങളിലൂടെ കടക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന ഒരു വ്യക്തിയെയും യേശു കർത്താവ് കൈവിട്ടിട്ടില്ലെന്ന്. എഫെസ്യസ് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും കർത്താവിന്റെ അടുക്കിലേക്ക് പോകണം. എനിക്ക് ഈ വിഷയം മാത്രമേ തിരിച്ചും മറിച്ചും പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മളുടെ കൂട്ടായ്മയായിട്ടുള്ള ഈ പ്രാർത്ഥന. ഇവിടെ പറഞ്ഞല്ലോ 17-ൽ തുടങ്ങിയ ഈ പ്രാർത്ഥന, ഈ പ്രെയർ ലൈൻ ഇന്നും ഈ 9 കൊല്ലക്കാലം കഴിഞ്ഞിട്ടും ഇത്രയും വളരെ ബലത്തോടെ, 14-ൽ തുടങ്ങിയെന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ, ഇത്രയും ബലത്തോടെ, എത്രയോ അത്ഭുതങ്ങളോടെ, എത്രയോ ആശ്വാസത്തോടെ തലമുറയായി ഇത് കൈമാറി അനുഗ്രഹം പ്രാപിക്കുന്നത് കാണുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കർത്താവിന്റെ സന്നിധിയിലുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള പ്രാർത്ഥന മാത്രമാണ്. നമ്മൾക്ക് ഇന്ന് വളരെ ആശങ്കയോടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യം, ലോകം പല മയക്കുമരുന്നുകളിലും മദ്യത്തിലും ചീത്തത്തരങ്ങളിലും പെട്ട് മനുഷ്യകുലം നശിക്കുന്ന ഒരു കാലഘട്ടം. ഈ AI എന്നൊക്കെ പറയുന്നത് ഏതൊരു സാങ്കേതിക കണ്ടുപിടുത്തമാണെന്ന് പറഞ്ഞാലും അതിലെത്രമാത്രം മനുഷ്യന്റെ ദൈവം നൽകിയ ആ ബുദ്ധിക്കും ദൈവം നൽകിയ ആത്മാവിനും ദൈവം നൽകിയ പ്രാപ്തിക്കും പങ്കുണ്ട്. ഇന്ന് യൂട്യൂബിലാണെന്ന് അതിൻ്റെ ഒരു ഓർമ്മ, അതിൽ പറയുന്നത്, അത് ഫേസ്ബുക്കിലാണെന്ന് എനിക്കറിയത്തില്ല, പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് പാസ്റ്റർമാരൊന്നും വേണ്ട, ഞങ്ങൾക്ക് AI-യിലൂടെയുള്ള പ്രസംഗങ്ങൾ മതിയെന്ന്. ചുമ്മാ തമാശക്ക് ഇട്ടതായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് യന്ത്രമായിട്ടാണോ? എൻ്റെ കർത്താവ് നമ്മളെ സൃഷ്ടിച്ച യന്ത്രമായിട്ടാണോ? അബാപിതാവ് ഒറ്റ വാക്കുകൊണ്ട് സർവ്വത്തെയും വിളിച്ചു ഉളവാക്കി മനുഷ്യനെ. പക്ഷെ എൻ്റെ അബാപിതാവ് വാക്കുകൾ കൊണ്ടല്ല സൃഷ്ടിച്ചത്, തൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും നമ്മളെ മെനഞ്ഞിട്ടും ജീവനെ ഊതി തന്നു, പ്രാണനെ, ആത്മാവിനെ തന്നു. അപ്പോൾ നമ്മൾക്കുള്ള ഈ ദൈവം നൽകിയ ആ കഴിവിനെ എത്ര അത്യന്താധുനിക കാലത്തിലേക്ക് നമ്മൾ പാഞ്ഞു പോയാലും ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കേണ്ടവർ തന്നെയാണ്. കാരണം പലതും മാറും, മറിയും, തല തിരിയും. എന്നാലും മനുഷ്യനും ആ മനുഷ്യരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവും ഒരു കാലത്തും മാറിപ്പോകില്ല. ഈ ഒരു സത്യം അറിയാമെങ്കിൽ, ഈ ഒരു സത്യം നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മളെ മെനഞ്ഞതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യവും ഛായയും ദൈവത്തിന്റെ ജീവനും ഒക്കെ നമുക്ക് തന്നപ്പോൾ ആ ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്ന് നമ്മൾക്ക് ചേർന്നിരുന്നു കൊണ്ട്, ദൈവമേ, ആ പാദപീഠത്തിലിരുന്ന തിരുമുഖത്തേക്ക് നോക്കി, ദൈവമേ, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ജനത, അങ്ങയുടെ മക്കള്, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ വരുന്ന അടുത്തൊരു ജനറേഷൻ, അവരൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ അപ്പ. ഒന്നുകിൽ അങ്ങയുടെ വരവ് മുന്നേ, അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം മുന്നേ. രണ്ടായാലും ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ വരുന്ന തലമുറയോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു പോകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുക തന്നെ വേണം. മാത്രമല്ല, ഓരോരുത്തർ പറയും, എനിക്ക് പ്രായമായില്ലേ. ആയിക്കോട്ടെ, നല്ലതല്ലേ. പ്രായത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണെന്നാണ്. ഒരു വീട്ടിൽ ഒരു തല നിറച്ച അപ്പച്ചനോ അമ്മച്ചിയോ ഉണ്ടെങ്കിൽ അത് തലമുറയ്ക്ക് ബ്ലെസ്സിങ് ആണത്. കാരണം ആ അമ്മച്ചിയോ അപ്പച്ചനോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തലമുറകൾക്ക് വലിയൊരു ടോണിക്കാണ്, വലിയൊരു എനർജിയാണ്. മാത്രമല്ല, നമ്മുടെ നാവിലൂടെ നമ്മൾ പറയുന്നത്, ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് നമുക്കത് തരുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ ഉപവാസത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ
ഞാൻ മലയാളമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അന്ന് പറയുമായിരുന്നു ഉപവാസം എന്നുള്ളതിന് വാക്കിന്റെ അർത്ഥം ഉപവസിക്കുക. ഉപവാസം മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. വസിക്കുക ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിൽ. നമ്മൾ ദൈവത്തിന്റെ സന്നിധി വേർപെട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസവും പ്രാർത്ഥന. അല്ല നമ്മൾ അടുക്കള ജോലി ചെയ്തുകൊണ്ട് അല്ല, അങ്ങനെയല്ല. എന്തുമാകട്ടെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മൾക്ക് വീട്ടിലിരുന്നു, അല്ലെ നടക്കുന്ന വഴി, പോകുന്ന വഴി, തുണി അലക്കുന്ന വഴി, തുണി പിഴിയുന്ന വഴി ദൈവത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ലോകത്തിനൊരു വെളിച്ചമാണ്, ലോകത്തിനൊരു ഊർജമാണ്. 1000 ആറ്റം ബോംബിനേക്കാൾ ഏറ്റവും ശക്തമായ ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന, അതും നാവ് കൊണ്ടുള്ള. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാവെന്ന് പറയുന്ന ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സൃഷ്ടിക്കുകയും ചെയ്യും, അത് സംഹരിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോ അവയവത്തിനും ഓരോ കവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാതിന് കവറില്ല. കാതിന് 2 അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ണിന് നേരത്തെ നമ്മുടെ ദേവദാസൻ പറഞ്ഞതുപോലെ കണ്ണ്, ദൈവം പറയുന്നുണ്ട്, എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് നിന്നെ ഞാൻ സംരക്ഷിക്കുന്നത് എന്നുള്ള ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ട് നമ്മളെ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാവിനാണ് ദൈവം ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൽകിയത്. അതിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ ഗോപുരത്തിലെ തന്ത്രിനാദമെന്നാണ്. ഗോപുരത്തിലെ തന്ത്രിനാദം എന്ന് പറഞ്ഞാൽ പല്ലെന്ന് പറയുന്ന ആ കോട്ട, അതിനുള്ളിലുള്ള നാവ്. ആ നാവ് കൊണ്ടാണ് നമ്മൾ തന്ത്രിനാഥ് പോലെ പാട്ട് പാടുന്നത്, സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, പുകഴ്ത്തുന്നത്. ആ നാവിന്റെ ഉപയോഗം പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, സ്തുതികളിലൂടെ, പുകഴ്ചയിലൂടെ, അനുഗ്രഹം ചൊറിയുന്നതിലൂടെ, അനുഗ്രഹം നമ്മൾ പറയുന്നതിലൂടെ നമ്മൾക്കൊരു വലിയ ജനതയെ, പുതിയൊരു തലമുറയെ, ഈ തലമുറയിൽ തന്നെ കളങ്കമെല്ലാം മാറ്റി അവരെ ബലപ്പെടുത്തി, നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞു കേൾപ്പിക്കാതെ അവരെ പോസിറ്റീവ് എനർജി കൊടുത്ത് നമ്മുടെ ചർച്ചകളില്, നമ്മുടെ വിശ്വാസ കൂട്ടത്തിൽ, അന്യവിശ്വാസികൾ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞ് ഉറപ്പിച്ച് ദൈവം മക്കളാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാം ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉറക്കെ ദൈവത്തെ സ്തുതി സ്തോത്രം ആലപിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസ കൂട്ടായ്മയെ, മാത്രമല്ല ജാതികളായി വേർപെട്ട് നിൽക്കുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അനുഗ്രഹിക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ. മാത്രമല്ല നമ്മുടെ സമയം അടുത്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നത് ഒരുപക്ഷെ ദൈവം ഏൽപ്പിച്ച് എന്തോ പണി തീർത്തിട്ടില്ല എന്നതിനാൽ ആയിരിക്കാം. അതൊരു പക്ഷെ നമ്മളിന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. എഴുതി വെച്ച് ലോകത്തെ ഓർത്ത്, അത് ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം ഉള്ളത് ദൈവം സൃഷ്ടിച്ച, ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തുള്ള മനുഷ്യരാണല്ലോ. ആ മനുഷ്യരുടെ വീണ്ടെടുപ്പാണല്ലോ എൻ്റെ ദൈവം ആഗ്രഹിച്ചത്. അതിനാലാണല്ലോ എൻ്റെ കർത്താവ് യേശുക്രിസ്തു സ്വർഗം താണിറങ്ങി വന്നത്. അതിനാലാണല്ലോ എൻ്റെ കർത്താവ് വീണ്ടും എഴുന്നേറ്റ് കാൽവരി ക്രൂശിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പാടുപീടുകൾ സഹിച്ചത്. ആ കർത്താവ് നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്തപ്പോൾ നമ്മൾക്ക് ലഭിച്ച ഈ താലന്ത് നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ കടപ്പെട്ടവർ തന്നെയാണ്. ഈ ദൈവം നൽകിയ ഈ ആശയം, ഈ വചനത്താൽ എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ദൈവം തന്നെ ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് നിങ്ങൾ അനുവദിച്ചു തന്ന ഈ സമയത്തിന് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമ്മൾക്ക് തമ്മിൽ കാണാം, പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്ക് കാണാം. കാരണം എനിക്ക് 8:10 ഞങ്ങളുടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഉണ്ട്. എല്ലാ ശനിയാഴ്ച 8 മണി മുതൽ 10 മണി വരെയാണ്. ഞാൻ അതിലേക്ക് കയറാൻ പോകുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.